എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ഫിഷ് കറിയായ മാങ്ങയും പച്ചത്തക്കാളി, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് തൊണ്ടമുളകാണ്. നാട്ടിൽ തൊണ്ടമുളക്, സാമ്പാർ മുളക് എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് ഇടുന്നത്, ഞങ്ങൾ സാധാരണ അതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ടൈപ്പ് മുളകാണ് കിട്ടിയത് മസ്കറ്റിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. പിന്നെ ടൊമാറ്റോ, ഇത്രയുമാണ് ഇതിലേക്ക് ഇടുന്ന വെജിറ്റബിൾസ്. ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു ചെറിയ അളവിൽ പുളി, കുറച്ച് ചെറിയ ഉള്ളി. ഈ പുളി കുറച്ചെടുത്ത് എന്തെന്നാൽ മാങ്ങ, തക്കാളി എല്ലാം ഇടുന്നത് കൊണ്ടാണ് കുറച്ചെടുത്തത്. ഇനി നമുക്ക് മീൻ, ഞാൻ ചൂര മീനാണ്, 1/2 കിലോ മീനുണ്ട്. എല്ലാം ഇങ്ങനെ ക്യൂബ്സ് ആ രീതിയിലാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് 1 കപ്പ് തേങ്ങ മിക്സിയിലേക്ക് ഇടാം. മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ മിക്സ് ചെയ്തതാണ്. അത് വറുത്ത മുളക് പൊടി. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവപ്പൊടി. മിക്സിയിൽ അരയ്ക്കുന്നില്ല, മീൻ തിളയ്ക്കാൻ നേരത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി, ചെറിയ ഉള്ളി, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ട്, അത് നന്നായി ചൂടായി. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടി, മുളകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നല്ല മഷി പോലെ, മൂവരൊക്കെ പറയും, നല്ല മഷി പോലെ അരയ്ക്കണമെന്ന്, അതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തു, 1 മിനിറ്റ് ഒന്ന് വെന്താൽ മതി. ആ ഒരു പച്ച ടേസ്റ്റ് അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, വെള്ളവും കൂടെ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി കണ്ടോ? ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്, നമ്മുടെ കറിയുടെ അളവനുസരിച്ച്. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഫിഷ് കറിയിൽ നാട്ടിലാണെങ്കിൽ പുളിച്ചിക്ക ചേർക്കും, ഇരുമ്പൻ പുളി എന്ന് പറയും, അതും കൂടെ ഞങ്ങൾ ചേർക്കാറുണ്ട്. മാങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം മാങ്ങ കഷ്ണങ്ങളും കൂടെ ഇതിൽ ചേർക്കാം. നേരത്തെ ചേർത്താൽ നല്ല വെന്ത് പോവും, അതുകൊണ്ടാണ്. അപ്പം മീൻ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നമുക്കിത് അടച്ച് വേവിക്കാം. പണ്ടുള്ള അവരൊക്കെ പറയും, അടച്ചു വെച്ച മീൻകറിയും അടിച്ചു വളർത്തിയ കുട്ടിയും നന്നാവുമെന്ന്. നമുക്ക് നോക്കാം, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉലുവയും കൂടെ അരച്ചാൽ ഒരു കയ്പ്പ് വരും, അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നോക്കാം, കുറച്ച് ഉപ്പ് കൂടെ ആവശ്യമുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ചുറ്റും ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കട്ടെ. കണ്ടല്ലോ, നല്ല നെയ്യൊക്കെ തെളിഞ്ഞു, സുന്ദരമായി വന്നിട്ടുണ്ട് നമ്മുടെ മീൻകറി. കണ്ടപ്പോൾ തന്നെ നല്ല കൊതിയൂറുന്നുണ്ട്. നെയ്യെല്ലാം തെളിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മീൻകറി. അപ്പം നല്ല ചമ്പാവരി ചോറും മീൻ പൊരിച്ചതും കപ്പയും നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം അടിപൊളി മീൻ കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തയ്യാറാക്കിയിട്ട് എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.